അങ്ങനെ റൂംമേറ്റിനെയും കൂടി ഒരു ലോങ് റൈഡിന് ഏകദേശം തൃശ്ശൂർ ഉള്ള ചിയാൻറ്റിയിൽ പോയി. ആള് എന്നോട് പറഞ്ഞു ചിയാൻറ്റിയിൽ അടിപൊളിയുള്ള ഷവായി ഉണ്ടെന്ന്. ഈ സാധാരണ സമയങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ക്യൂ നിൽക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഭാഗ്യത്തിന് ക്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ നേരെ കയറി ഓർഡർ ചെയ്തു. ഫസ്റ്റ് ഒരാൾ മാത്രമേ ഞങ്ങൾക്ക് മുമ്പിലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഓർഡർ ചെയ്ത് പാഴ്സൽ വീട്ടിലേക്ക് വാങ്ങി. കാരണം അവിടെ ഇരുന്ന് കഴിക്കാൻ തോന്നിയില്ല. റൈഡ് ചെയ്ത് വന്നതിൻ്റെ നല്ലൊരു ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ ഫാനിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. റൈസ് വാങ്ങി രണ്ടായിട്ട് വിഭജിച്ചു. അപ്പോഴാണ് അവർ തന്ന കുബൂസ് കൂടെ ഉണ്ടായിരുന്നത്. വേണ്ട, മാറ്റി വെച്ചേക്കാന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. ഇതാണ് ഷവായി. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സോ സംഭവം നല്ല അടിപൊളി ഐറ്റം ആയിരുന്നു കേട്ടോ. ക്യൂ ആൾക്കാർ നിന്ന് വാങ്ങുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം സാധനം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. പിന്നെ അതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ചട്നികളാണ്. ഒരെണ്ണം ബീട്രൂട്ടിൻ്റെ ആണ് കേട്ടോ. ആ ചുമന്നിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ. ചിക്കൻ്റെ കാര്യം വേറൊന്നും പറയണ്ട. പച്ച കളറിലിരിക്കുന്ന ചമ്മന്തി എന്തിൻ്റെയാണെന്ന് എനിക്ക് അറിയില്ല. സോറി ഗൈസ്, എനിക്കത് അറിയില്ല. പിന്നെ കൂടെ നല്ല പച്ചമാങ്ങ നീളത്തിലരിഞ്ഞ് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് നമുക്ക് കിട്ടും. അത് സൂപ്പറായിരുന്നു. ഏകദേശം ഒരു പഴുത്തതും പഴുപ്പും എന്ന പുളിയും എല്ലാം കൂടെ ചേർന്നൊരു സ്റ്റൈലായിരുന്നു. തന്നെയാണെങ്കിൽ ഇരുന്ന് കഴിക്കാൻ തോന്നും കേട്ടോ. പിന്നെ ഇത് കഴിച്ചതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അടിപൊളിയാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ടിയാൻറ്റിയിൽ പോയിട്ട് കഴിക്കുക. സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ ഷവായി ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് പറയുക. അവിടുന്ന് ഷവായി കഴിച്ചിട്ടുള്ളവരും കമൻറ്റിൽ അറിയിക്കുക. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈം ആയിരുന്നു കഴിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടെ അവക്കാഡോയുടെയും ചിക്കുവിൻ്റെയും ഷേക്കും വാങ്ങി. അതും സൂപ്പറായിരുന്നു. ഈ ചിക്കു ഷേക്ക് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന ടൈമിൽ ചിക്കു ഷേക്ക് കഴിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ അവർ ബൂസ്റ്റും കൂടെ ഇട്ട് തരും. സൂപ്പറാണ് അങ്ങനെ അങ്ങനെ കുടിക്കാൻ. ഇതങ്ങനെ ആയിരുന്നില്ല, നോർമൽ ചിക്കു ഷേക്കാണ്. അതുപോലെ അവക്കാഡോയും രണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ ഷേക്കിൻ്റെ കാര്യം പറഞ്ഞാൽ അവകാഡോയിൽ ചെറുതായിട്ടൊരു കയ്പ്പ് പോലെ ഉണ്ടായിരുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്നാലും അത് കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഷവായുടെ കാര്യം എനിക്കൊന്നും പറയില്ല, അടിപൊളിയായിരുന്നു. ഇനി നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമാണെങ്കിൽ കഴിക്കുക.